പ്രിയപ്പെട്ട ഒരു പ്രഭാതം കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി കർത്താവിനെ സ്തുതിക്കാം. വളരെ പ്രാർത്ഥന നമുക്ക് ദേശത്തിലായിരിക്കും. एक और अच्छे आशीषित सवेरे के समय प्रभु ने हमें दिया, इसलिए प्रभु का स्तुति करते हैं। बड़े प्रार्थना के साथ हम प्रभु की उपस्थिति में रहेंगे। ഇന്ത്യയിൽ മിക്കയിടത്തും കറണ്ട് കട്ടാണ്. പവർ കട്ട് ഉള്ളത് കൊണ്ട് പലരുടെയും വീട്ടിൽ കറണ്ട് ഇല്ല, ഇരുട്ടിലാണ്. നമുക്ക് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. भारत में कई एक क्षेत्र में जो है बिजली ना होने के कारण लोग अंधेरे में बैठे हुए हैं। हम इस विषय के लिए प्रार्थना को करना है। നമുക്ക് ദൈവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമുക്ക് ഒരു വാക്യം വായിക്കാം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. हम प्रभु के वचन की ओर अपने ध्यान को हम लेकर चलेंगे। फिलिपियों की पत्री चौथा अध्याय उसका छठा आयत को हम पढ़ेंगे। നമ്മൾ വാക്യം ഇങ്ങനെ വായിക്കുന്ന, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്വത്രത്തോടെ അറിയിക്കത്രേ വേണ്ടത്. यहाँ पर वचन में हम इस प्रकार से बात को पढ़ते हैं कि किसी भी बात की चिंता मत करो, परंतु हर एक बात में तुम्हारे निवेदन प्रार्थना और विनती के द्वारा धन्यवाद के साथ परमेश्वर के सम्मुख उपस्थित किए जाएं। നമ്മൾ പല വിഷയങ്ങളെ കുറിച്ച് ഭാരപ്പെടുന്നവരെ എപ്പോഴും. हम जो है कई विषयों के प्रति जो हम चिंतित होते हैं, हम उसके विषय में बोझ उठाते घूमते रहते हैं। ഒരിക്കൽ ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഈ ഭൂമിയിലെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ചിന്തിച്ച് ഒരു പരുവായി പോകും. और एक बार एक प्रभु के दास ने इस प्रकार से कहा कि इस पृथ्वी के बारे में या संसार के विषय में हम सोचते रहेंगे तो सोचते सोचते हमारा हाल बेहाल हो जाएगा। ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ തുടങ്ങിയാൽ ചിന്തിച്ച് നമ്മളൊരു സന്തോഷത്തിലേക്ക്, അങ്ങ് നിത്യത്തിന്റെ ആ അനുഭവത്തിലേക്ക് നമ്മൾ പോകും. लेकिन यदि हम स्वर्गीय बातों की ओर हम खोज करते हुए उसी के विषय में हम सोचते रहेंगे तो सोचते सोचते एक आनंद के अनुभव में हम बदल सकते हैं। നമ്മൾ ഇവിടുത്തോളം ചിന്തിക്കേണ്ടല്ലോ, നമ്മൾ പോകുന്ന വീടിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. सच बोला जाए तो हम यहाँ के विषय में ना सोचते हुए हम जिस जगह पर जा रहे हैं उसी के विषय में सोचने वाला हमें होना है। നമുക്ക് ദൈവത്തിന് വചനം തന്നിട്ടുണ്ട്, അപ്പനെന്നുള്ള മക്കളെന്നുള്ള പദവി തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മനെ തന്നിട്ടുണ്ട്, വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്, കൂട്ടായ്മ തന്നിട്ടുണ്ട്. പ്രാർത്ഥന കൊണ്ട് ദൈവം കർത്താവിന് എന്തോ ചെയ്യണം നമ്മൾക്ക് വേണ്ടി. और प्रभु ने अपने वचनों को हमें दिया है, अपनी संगति को हमें दिया है। और अमेन, ऐसे प्रभु का अमेन इस प्रकार से सवेरे की संगतियां हैं और सारी बातों को जब प्रभु ने दिया है तो इससे भी बढ़कर हमें फिर बाकी चीजों की चिंता करने की आवश्यकता क्या है। ഇതാര് പറഞ്ഞെന്നുള്ളതാ നമ്മളെ ഈ വിഷയം. ഇതാരാ പറഞ്ഞ് ഒന്നിനെ കുറിച്ച് ये വിചാരപ്പെടേണ്ടത്. ये कौन ये बात को कह रहा है, यही हमारे लिए सबसे बड़े अमेन जो है महत्व रखने वाली बातें होती हैं। ഈ പ്രസ്താവന ആരാ നടത്തിയിരിക്കുന്നത്? और ये जो वचन जो है ये किसने बोला है, ये हमें ध्यान देना है। ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് രാവിലെ 8 മണിക്ക് നിങ്ങളെ വിളിച്ചു പറയാം, നിങ്ങൾ ഇനി ഒന്നും ഭാരപ്പെടേണ്ട, നിങ്ങളുടെ മക്കൾക്ക് ജോലി, നിങ്ങളുടെ സെറ്റപ്പ് ഇതെല്ലാം ഇന്ന് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞേ, പിന്നെ എന്തോ സന്തോഷമായിരിക്കും ഇവിടെ. और അയ്യപ്പ. मान लीजिए यहाँ के भारत के प्रधानमंत्री जो हैं आपको व्यक्तिगत रीति से बुलाकर आपसे बोल रहे हैं कि आपको किसी भी विषय के लिए आज से चिंता नहीं करना है, तुम्हारे बच्चों के विषय में हो या उनके भविष्य के बारे में हो, इन सारी बातों को हम आपके लिए पूरा करेंगे। तो आप थोड़ा सोच लीजिए कि ये कितनी आनंद की बात होंगे और कितने आप खुशी के साथ उछलते रहेंगे। അങ്ങനെ അത് പറയുകയാണെങ്കിൽ, और പറയത്തില്ല, मान लीजिए कि यदि वो ऐसे कह रहा हो तो ഇത് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റൊന്നും അല്ല. നമ്മളെ സൃഷ്ടിച്ച, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്ന് നമുക്ക് നിത്യ പ്രത്യാശ നൽകി നമ്മുടെ കർത്താവ് പറഞ്ഞ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. और ये जो है ना तो भारत के प्रधानमंत्री हो या ना अमेरिका के राष्ट्रपति हो या कोई और ऐसे बड़े लोग नहीं, परंतु हमें बनाने वाला, हमें अपने लहू से खरीद कर हमें हमें छुड़ाने वाला, हमसे आज भी प्रेम करने वाला हमारा स्वर्गीय पिता ये बात को हमसे कह रहा है। ഒരിക്കൽ യേശുവിനെ മാർത്ത വെട്ടി വിളിച്ചോണ്ടായപ്പം മറിയ യേശുവിന്റെ പാദം പിടിച്ച് വചനമൊക്കെ പഠിച്ചുകൊണ്ട് സന്തോഷത്തോടെ കാത്തി നിൽക്കുക.
മാർത്ത കിച്ചണിനകത്ത് നിന്ന് അവിടുന്ന് ഒരു സാധനവും ഇല്ല അവിടെ. അപ്പം മറ്റു വിഷയങ്ങളാ പുള്ളിക്കാർ ടെൻഷൻ. അപ്പം യേശുവോട് കംപ്ലൈന്റ് പറയാ, നിനക്കൊരു വിചാരം ഇല്ലയോ? और यहाँ पर एक बार हम देखते हैं कि यीशु मसीह मरियम और मार्था के घर में पहुंचता है, और वहां पर मरियम जो है यीशु मसीह के पैरों तले बैठकर यीशु से वचनों को सीखती है, परंतु मार्था जो थी वो रसोई में जो है या बाकी चीजों की सेवा के लिए व्यस्त रहती थी। तब वहां पर मार्ता यीशु के पास आकर उससे पूछता है, क्या तुझे हमारे प्रति कोई चिंता नहीं है? രണ്ടും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. दोनों एक ही घर में रहते हैं। മറിയക്ക് ബൈബിൾ ക്ലാസ് എടുക്കുക കർത്താവ്. और मरियम के साथ प्रभु जो है बाइबल अध्ययन कर रहा था। നിത്യയുടെ കാര്യം സ്വർഗത്തിലെ കാര്യം ഇങ്ങനെ മറിയോട് പറഞ്ഞ് കാത്തി നിൽക്കുക. और अनंतता के विषय में, आने वाले जो जीवन के विषय में, सबके बारे में बताते हुए बड़े आमीन उस आग के अनुभव में वे बैठे हुए थे। വാർത്ത കണ്ട് അവിടെ കിടന്ന് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഒരു പരുവത്തിൽ കിടക്കുക. लेकिन मार्ता को देखिए कि वो पूर्ण रीति से संसारिक बातों की चिंता करते हुए वहां एक हालात में वो पड़ी हुई थी। ഇത് രാവിലെ കുറച്ചുപേരെ വീഡിയോ ഉണ്ടല്ലോ, ഉള്ളവർ തന്നെ പല മുഖത്തെ ഭാവവും ടെൻഷനും ചിന്തയും വല്ലാത്ത എല്ലാം പൊട്ടി പാളിഷാ നിൽക്കുന്ന പോലെ ചിലരുടെ മുഖഭാവമൊക്കെ ആകെപ്പാടെ ഒരു പരുവത്തിൽ കിടക്കുക. और आज सवेरे ही कुछ लोगों का ही वीडियो शुरू करके रखे हुए हैं, परंतु उनमें से भी लोगों के चेहरों को यदि हम देखेंगे तो एक प्रकार से बहुत बड़ा चिंता और विचारों को लेकर, बोझ को लेकर कुछ तो नष्ट हो गया है, ऐसी एक आमीन एक एक भावना को लेकर लोग बैठे हुए अनुभव में दिखाई देते हैं। നമ്മൾ കുറെ ചിന്തിച്ചോണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. याद रखना है कि हम कुछ बातों के बारे में विचार करके या कल्पना कर कर बैठने से कुछ होने वाला नहीं है। നമ്മളെ കുറിച്ച് നമ്മൾ വിചാരപ്പെടുന്നതിനപ്പുറമായി നമുക്കായി ചിന്തിക്കുന്ന കാര്യം ഒരു കർത്താവ് നമുക്കുണ്ട്. हमारे प्रति हम जो सोच रखते हैं उससे भी बढ़कर हमारे लिए विचार करने वाला, हमारे लिए सोचने वाला एक स्वर्ग में परमेश्वर है। ആ കർത്താവ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണം. और वही परमेश्वर हमसे कहता है कि किसी के विषय में चिंता ना करे। നിങ്ങളുടെ ഭാരങ്ങളും ചിന്താകുലവും കർത്താവിലേക്ക് ഇട്ടിട്ട് സ്വർഗത്തിലെ കാര്യം ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നാൽ ആ കത്താൻ തുടങ്ങും, സന്തോഷിക്കാൻ തുടങ്ങും. और प्रभु का वचन ये कहता है कि हमारी बोझ और हमारी हर एक चिंताओं को जो है स्वर्ग में या प्रभु की ओर हम देकर हम स्वर्ग के विषय में सोचते बैठे हैं और उसी के लिए हम तैयार करते रहेंगे, तो कितना हमारी अनुभव अलग होगा। നമ്മൾ വിചാരപ്പെടുന്നതിനേക്കാൾ തീവ്രതയില്ല നമുക്ക് വേണ്ടി സ്വർഗത്തിലെ പിതാവ് വിചാരപ്പെടുന്നത്. हम जो सोच रखते हैं उससे भी तीव्र गति पर जो है परमेश्वर स्वर्ग जो है हमारे लिए सोच करता है। നമ്മുടെ അപ്പന് वो जो है हमारा स्वर्गीय पिता है वो। പിതാവ് നമുക്കായി കരുതി വെക്കുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും എന്ന് പറഞ്ഞാൽ ശകലമല്ല സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവേ. और वचन जिस प्रकार से कहते हैं कि वो तुम्हारा ध्यान रखता है, वो तुम्हारा ख्याल रखता है, इसीलिए तुम्हारी सारी बोझ उसी पर डाल दो। ഒന്നാമത് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ആരുടെ മക്കളാണ് നീ? पहली बात हम अपने आप से पूछना है कि हम किसके संतान हैं। നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമുക്ക് കരുതുന്ന ഒരു കർത്താവ്. और यदि हम ये कह रहे हैं कि हम परमेश्वर के संतान हैं, तो हमारे लिए सोचने वाला, ध्यान रखने वाला एक परमेश्वर स्वर्ग में है। ഇവിടെ അപ്പൻ ഉറപ്പ് പറഞ്ഞാൽ നമുക്ക് സംശയിക്കാനുണ്ടോ? और ये बात को समझना है कि यदि वो पिता ने उसके बारे में पक्की बात को कही है तो हमें उसके विषय में कोई शक करने की बात है क्या? ഇത് ഉറപ്പ് പറഞ്ഞിരിക്കുന്ന മനുഷ്യനല്ല, സ്വർഗത്തെ ദൈവമാ, നമ്മുടെ അപ്പനാ, और इसके സ്വർഗത്തിലെ विषय അപ്പൻ. में निश्चय कहने वाला जो है वो मनुष्य नहीं है, हमारा स्वर्गीय पिता है वो। എത്ര വലിയ വിഷയമായാലും ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ട്.
और कितना भी बड़े विषय क्यों ना हो, यदि वो हमसे कह रहा है कि मैं तुम्हारा ध्यान करूंगा, मैं तुम्हारे विषयों को देख लूंगा, तो फिर उसके बाद हमें चिंता करने की आवश्यकता है क्या? നമ്മൾ വിട്ടുകൊടുക്കത്തില്ലല്ലോ. हम जो है कई बार हमारे विषयों को छोड़ने के लिए हम तैयार नहीं होते हैं। ചിലപ്പോ ഇങ്ങോട്ട് വിട്ടു വന്നിട്ട് ഞാൻ കയ്യിലുള്ളതെന്ന് പറയും. നമ്മൾ പറയും അങ്ങനെ തരത്തില്ല, ഞാൻ കൊണ്ടു നടക്കുക, അങ്ങ് കൊണ്ടു നടക്കുക. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ ഫോണിൽ വെച്ച് പറഞ്ഞു, പാഷേ മൊത്തം പ്രശ്നങ്ങളാ, മൊത്തം വിഷയം, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. ഞാൻ പറഞ്ഞ കർത്താവിന് കൈമാറാൻ. और कई बार परमेश्वर हमसे कहता है कि तुम्हारे विषयों को मेरे हाथों में दे दो, मैं उसी के बारे में सोच विचार करता हूं और उसी के लिए हल प्रदान करता हूं। लेकिन कई बार हम जो हैं हमारे विषयों को हमारे हाथों में नियंत्रण करने की कोशिश करते हैं। पिछले दिनों में प्रभु के दास किसी और से बात करने के समय वो उनसे कह रहे थे कि बहुत समस्याओं से मैं घिरा हुआ हूं, क्या कहे, पूरा पूरा समस्याओं में डूबा हुआ हूं। तो प्रभु के दास उनको उत्तर देने लगा कि सारे समस्याएं जो है प्रभु के हाथों में आप सौंप दो। ഒരിക്കലും ഒരിക്കലും പാഷ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ഞാൻ കൂലിപ്പണിക്കാരനായ ഒരു സിംഹത്തെയോ ചുമട്ടുകാരനായ കുറുക്കനെയോ കണ്ടിട്ടില്ല, അവർക്കൊന്നും ബാങ്ക് ബാലൻസും ഇല്ല, പക്ഷെ ഭയങ്കര സന്തോഷത്തിലാണ് അവർ കഴിയുന്നത്. और एक बार एक प्रभु के दास ने इस प्रकार से कहा कि मैंने कोई मजूरी करने वाले एक सिंह को नहीं देखा, या आमीन, इस प्रकार से कोई ऐसे एक प्राणी को नहीं देखा है। और वे लोग जो हैं कितने आनंद के साथ अपने जीवन को जीते हैं। അവിടുത്തെ വാഗ്ദത്തങ്ങളില്ല, വചനമില്ല, കൂട്ടായ്മയില്ല, ആത്മാവും ഇല്ല, പക്ഷെ എന്തൊരു സന്തോഷം. നമുക്ക് ടെൻഷൻ മൊത്തം. उन्हें ना तो कोई वायदा है, ना तो कोई वचन है, ना तो उनके बीच में कोई संगति है, परंतु उनके जीवन में वे कभी भी ऐसे जो जानवर जो प्राणी हैं वे कभी भी कोई चिंता में नहीं रहते हैं, बड़े आनंद के साथ वो अपने दिनों को काटते हैं। ഒരിക്കൽ നമ്പൂരി ഇങ്ങനെ റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്പൂരി एक बार एक जो पंडित है वो एक सड़क में से चलते हुए जा रहे थे। നമ്പൂരി ചിലപ്പോ ഈ അവിടെ ഒരു തോടുണ്ട്, ഒരു ചെറിയ ഒരു നദി പോലെ. നദിക്കപ്പുറം വീട്ടിൽ ഒരു പട്ടിയെ കെട്ടിരിക്കുക. പട്ടി ഭയങ്കര കുര. और वो चल के जाने के समय में एक छोटी सी नदी वहां से बह रही थी, और उसके उस पार में एक छोटा सा मकान था, और उस मकान के बाहर एक कुत्ता इस पंडित को देखकर जो है भौंक रहे थे। പട്ടിയെ പൂട്ടിയിട്ടിരിക്കുക. जो कुत्ते को जो है वो घर में उसको बांध कर रखा हुआ था। നമ്പൂരി കിടന്ന് ഭയങ്കര ബഹളം. लेकिन ये पंडित इस पार खड़े रहकर बहुत हल्ला मचा रहा है। പുള്ളിക്ക് നിങ്ങളെന്തിനാ നിലവിളി കരയുന്നതിനാന്ന് ചോദിച്ചു. और वो ऐसे पूछते हैं कि तुम ऐसे आवाज क्यों कर रहे हो। അയാള് പറയുക, പട്ടിയുടെ തൊടല് പൊട്ടിയാൽ, നദിയിലെ വെള്ളം വറ്റിയാൽ പട്ടി എന്നെ കടിക്കും, പേടിയാ. और वो पंडित इस प्रकार से कह रहा है कि मैं इसलिए चिल्ला रहा हूं क्योंकि यदि ये कुत्ते का जो जंजीर है वो यदि टूट जाए और ये नदी का पानी सूख जाए तो कुत्ता आकर मुझे काट लेगा। ഇതുപോലെ നമ്മുടെ പലരുടെയും ടെൻഷൻ. ऐसा ही है हमारी और आपकी, कई बार जो हम चिंता को लेकर घूमते हैं इसी समान रहता है। അഖിലാണ്ടത്തിന്റെ ഉടയൻ പറയുന്ന, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ഞാനുണ്ട്, ഇങ്ങോട്ട് തന്നാ മതി, ഞാൻ തിന്മയെ നന്മ ആക്കിക്കോളാം, ഇതെല്ലാം ഞാൻ കരുതുന്ന പറഞ്ഞാലും നമുക്ക് ടെൻഷനാണ്. और इस संसार को बनाने वाला वो मालिक हमसे कहता है कि किसी भी प्रात के प्रति आप चिंता ना करो, मैं तुम्हारे लिए काम करने के लिए हूं, मैं तुम्हारी हर एक समस्याओं को दूर करूंगा। फिर भी हम कहते हैं नहीं, उसके बावजूद भी हमारे जीवन में बहुत समस्याएं बची हुई हैं। യേശു പറഞ്ഞ, ആകാശത്തിലെ പറവകൾ നോക്കുവിൻ, അവയ്ക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്തൊരു സന്തോഷം. എന്നൊക്കെ രാവിലത്തെ പാട്ട് കേൾക്കണം. നമുക്ക് പാടാനും വയ്യ, ഒരു പരുവത്തിലായിപ്പോയി. यीशु मसीह अपने लोगों से कहता है कि तुम आकाश की चिड़ियों को देखो, वे ना तो बोते हैं, ना तो वो आमीन इकट्ठे कर कर रखते हैं, परंतु वह कितने आनंद के साथ अपने जीवन को काटते हैं। ऐसे अनुभवों को प्रभु हमें देना चाहता है। നമ്മുടെ ഇരിപ്പൊക്കെ കണ്ട പാടുന്നവരുടെ ബലം കൂടെ പോകും.
और हम जो है आज की तारीख में गीत भी नहीं गाना पसंद करते हैं, और हम इस प्रकार से बैठे रहते हैं कि നമ്മുടെ गीत गाने वाला का बल भी नष्ट हो जाएगा। നമ്മൾ ദൈവം നമുക്ക് വേണ്ടി വെക്കുന്ന കരുതൽ ഓർത്താൽ, ആ നിത്യത ഓർത്താൽ, ആ പ്രത്യാശ ഓർത്താൽ നമ്മൾ എന്ത് കത്തി നിൽക്കേണ്ടവരല്ലേ? നമുക്ക് और ടെൻഷനാണ്. परमेश्वर हमारे प्रति जो ध्यान रखने वाली बातें हैं और हमारे प्रति जो यीशु मसीह के प्रबंध है, वो उस विषय में यदि हम सोचने लगेंगे तो हमारी चिंताएं सब दूर हो जाकर हम परमेश्वर के लिए बड़े शोभित होते हुए चलेंगे। ഒരു സിംഹവും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എനിക്ക് വാരിക്കോസ് വെയിനാ, എനിക്ക് മുട്ടുവേദനയാണ്, അല്ലെ എനിക്ക് പനിയാ. ഒരു സിംഹവും ഒരു ജീവികളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ദൈവമക്കൾ പറഞ്ഞോണ്ടിരിക്കും എനിക്ക് വയ്യായേ, പ്രശ്നമാണ്, പ്രതികൂലമാണ്, ബുദ്ധിമുട്ടാണ്. ഞാനൊരു കാര്യം പറയട്ടെ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുത്തപ്പെട്ട് ദൈവരാജ്യത്തിന് അവകാശിയായി ആത്മാഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ തിളങ്ങി നിൽക്കണം എന്നാ കർത്താവ് ആഗ്രഹിക്കുന്നത്. और मैंने कभी कोई सिंह को ये बोलते हुए नहीं सुना है कि मुझे नसों में प्रॉब्लम है या मुझे खड़े रहने में तकलीफ होती है, परंतु कई बार हम मसीहों को या विश्वासियों को ये बोलते हुए सुनते हैं कि मुझे ये प्रॉब्लम है, वो प्रॉब्लम है। और इसी प्रकार से ये बात को याद रखना है कि परमेश्वर के लोगों के लिए परमेश्वर जो प्रबंध करता है उसी के लिए असंभव कुछ भी नहीं है। നമ്മുടെ താനലെ മിരിയും തോമസം ഭാഷകൾ നമ്മൾ എന്തോ ചിന്തിക്കുന്നത് നമ്മൾ അതായി തീരുമെന്ന്. और थाने में जब हमारी हाल ही में जो मीटिंग हुआ था, वहां पर प्रभु के दास पास्टर थॉमसन इस प्रकार से कह रहे थे कि हम जो हमारे बारे में सोचते हैं वही हम आखिरी में बन जाते हैं। നമ്മൾ ചിന്തിക്കും നമ്മളായിത്തീരും. നമ്മൾ ചിന്തിക്കണം, പോസിറ്റീവ് എനർജി ചിന്തിക്കണം. ഞാൻ ആരായിത്തീരും, ഞാൻ പ്രാപിക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്തെ മതിച്ചാടി കടക്കും. വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് വെച്ച് ഭാരം മുഴുവൻ കർത്താൽ വിട്ട് സ്വതന്ത്രം ചാവണമെങ്കിലുണ്ടല്ലോ, എല്ലാ ചിന്തയും മാറും. और हमें जो है एक सकारात्मक सोच के साथ हमारे जीवन को आगे ले चलना है। हम कौन है कर कर हम जो सोचेंगे वही हम बन पाएंगे। इसलिए मैं आमीन, जैसे प्रभु का वचन कहता है, मैं बस मसीह के द्वारा या परमेश्वर के द्वारा मैं आमीन उन आमीन दीवारों को पार कर सकूंगा। ऐसे जो वचन में बताए जाते हैं वैसे हम भी प्रभु में बहुत सारी आमीन बातों को ऐसी प्रकार से हमें उम्मीद करना है और हमें प्रभु उसको हासिल करने में मदद करेगा। ഈ അബ്രഹാം യാഗം കഴിക്കാൻ പോയപ്പോഴേ മോന് ചോദ്യം ചോദിച്ചു, അപ്പ തീയുണ്ട്, കത്തിയുണ്ട്, യാഗവസ്തു എവിടെ? और अब्राहम जो है बलिदान करने के लिए जब अपने बेटे को लेकर उस पहाड़ पर जा रहा था, तो बेटा अपने पिता से पूछता है, हे पिता, हमारे पास लकड़ी है, हमारे पास आग है, परंतु बलिदान की वस्तु कहाँ है? അബ്രഹാം ദൈവത്തിലേക്ക് നോക്കി. अब्राहम जो है प्रभु की ओर वो देखता है അബ്രഹാം പറയാ, ദൈവം കരുതിയിട്ടുണ്ട് മകനെ. और अब्राहम अपने बच्चे से इस प्रकार से कहता है कि परमेश्वर ने प्रबंध किया है बेटा। നിങ്ങൾക്കറിയാവും ആടെങ്ങനെ മലയിൽ ഒറ്റയ്ക്ക് കയറും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? आप कभी भी ये बात को सोचा है या कल्पना किया है कि एक भेड़ अपने आप में कैसे पर्वत के ऊपर चढ़ सकता है? ഇങ്ങോട്ട് വലിച്ച് അങ്ങോട്ട് പിടിക്കുന്ന ടീം ആട്. यहाँ की ओर यदि हम उसको खींचेंगे तो वहां दूसरी तरफ में जाने वाला ऐसा एक प्राणी है ये भेड़। ലോകത്തിലേക്കും കഷ്ടം പിടിച്ച പണിയാ ഉപദേശയുടെ പണി. ഇങ്ങോട്ട് പിടിക്കുമ്പോ അങ്ങോട്ട് പോകുന്ന കുറെ എണ്ണമാ നമ്മുടെ കൂടെ ഉള്ളത്. और इस दुनिया में सबसे बड़े समस्याओं को या सबसे बड़े कठिन काम है एक जो परमेश्वर के दास का रहता है, क्योंकि एक जन को यहाँ की ओर बुलाते हैं तो वे उस पार की ओर चले जाते हैं വലിച്ചോണ്ട് പോകണം. और खींचते हुए हमें उनको ले जाना पड़ता है। ഈ ആട് എങ്ങനെയാ മോളി വരുന്നത്? എന്നിട്ട് അബ്രഹാം എങ്ങനെയാ പറയുന്നത് കർത്താവ് കരുതിയിട്ടുണ്ടെന്ന്? അത് മലയുടെ और മോളി. एक भेड़ कैसे ऊपर चढ़ सकता है और उस अब्राहम कैसे ये बात को कह पाता है कि परमेश्वर हमारे लिए प्रबंध कर रहा है। അബ്രഹാം ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച്. अब्राहम जो है परमेश्वर की वाणी सुनकर वो प्रभु के मार्ग में निकल चुका था। സ്റ്റെഫാനോസിന്റെ പ്രസംഗത്തിൽ വ്യക്തമായിട്ടുണ്ട്, അവൻ അദൃശ്യ ദൈവത്തെ കണ്ടാറെ, ഓ, കണ്ടു, കേട്ടു,
ഇറങ്ങി തിരിച്ചു അവനറിയാം ദൈവത്തിന്റെ കരുതലിന്റെ പാതിൽ കൂടെ ഞാൻ നടക്കുന്നതാണ്. और स्टेफनुस के बारे में जब हम पढ़ते हैं तो ये बात को हम उसके जीवन से देख पाते हैं कि उसने परमेश्वर को के बारे में सुना, उसने परमेश्वर को देखा और उसने परमेश्वर के कार्यों के लिए अपने जीवन को समर्पित किया। നമ്മളെ ദൈവവേലയ്ക്ക് ആരെങ്കിലും ശബ്ദം കേട്ട് വിളിച്ചിറക്കിയാലുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായി इറങ്ങാൻ. एक प्रभु के एक व्यक्ति को प्रभु की वाणी सुनकर प्रभु से बुला रहा है, तो उस व्यक्ति के लिए पहली बार प्रभु के कार्यों के लिए निकल पड़ना बहुत मुश्किल साबित होता है। ഭൂതാത്മാവിനോട് പറഞ്ഞ ഭൂതത്തോട് പറഞ്ഞാൽ ഭൂതം വിട്ടുപോക്കോളും, പക്ഷെ ദൈവവേലയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങത്തില്ല. और चाहे दुष्ट आत्मा से कहे कि इस व्यक्ति के जीवन से निकल जा, तो वो कई बार चले जाते हैं, परंतु प्रभु के काम के लिए जाने के लिए किसी से कहते हैं तो एक व्यक्ति भी उसके लिए तैयार नहीं होता है। പക്ഷെ ദൈവശബ്ദം കേട്ടിറങ്ങിയാൽ നമുക്ക് ഉറപ്പ് ദൈവം കരുതിക്കൊള്ളും. और ये बात को भी ध्यान रखना है कि यदि आप प्रभु की वाणी को सुनकर आप प्रभु के मार्ग के लिए निकल पड़ते हैं तो परमेश्वर आपके लिए प्रबंध करता है। ഈ ഒരു ആടിനെ കൊണ്ട് മോറിയാമല കയറാൻ എന്ത് ബുദ്ധിമുട്ടാ, പക്ഷെ അവിടെ ഒന്ന് കുരുക്കി വെച്ചേക്ക. തക്ക സമയത്ത് ഒരു കരച്ചിൽ കേട്ടു, അവിടെ കർത്താവ് കരുതി. ഇതാണ് അബ്രഹാമിന്റെ. ദൈവമക്കൾ ഒരു കാര്യം ഞാൻ പറയാം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. കരുതുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ ചിന്താകുല കർത്താവിലിട്ടിട്ട് ശാന്തമായിരുന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ കാണുവാനിടയാക്കി. और प्रभु का वचन हमें बताता है कि हमें किसी भी बात के प्रति चिंता नहीं करना है। परमेश्वर हमारे लिए प्रबंध करता है। जिस प्रकार से अब्राहम के लिए बलिदान के लिए परमेश्वर ने जो मेढ़े को तैयार कर रखे थे, वैसे हमारे लिए प्रभु प्रबंध करेगा। हमारे लिए समय पर वो इंतजाम कर देता है തക്ക സമയത്ത് അവിടെ വെളിപ്പെട്ടിരിക്കും. और वो सही समय पर वो कार्य को परमेश्वर हमारे लिए प्रबंध कराता है। നമ്മുടെ കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം, കർത്താവിന്റെ വേലയുടെ കാര്യം എല്ലാം ദൈവം തക്ക സമയത്ത് കർത്താവ് പ്രവർത്തിക്കും. और हमारे विषय के बारे में हो या हमारे बच्चों के विषय के बारे में हो या हमारे कोई भी संबंधित कार्य का हो, सही समय पर ठीक समय पर वो प्रभु हमारे लिए काम करता है। 2002 എന്റെ ഇതിൽ വലിയൊരു പ്രശ്നം നേരിട്ടു, ഒരു വലിയ പ്രശ്നം. परमेश्वर के दास के जीवन में 2002 साल में एक बड़ी समस्या को उन्होंने अपने जीवन में सामना किया। ഗുജറാത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. वे जब गुजरात में सेवकाई में थे, उस समय में वहां पर बाढ़ आई രാത്രി ഡാം തുറന്നു വിട്ടു, ഒരു മുന്നറിയിപ്പും കൂടാതെ. और रात के समय में जो है बांध को खोल दिया गया था बिना कोई संकेत का। 1 മണിയായപ്പോൾ ഞങ്ങൾ താമസിച്ച ചർച്ച് മൊത്തം എന്ന് പറഞ്ഞാൽ പാഷേജ് താഴെ ചർച്ച് മുകളിൽ, പാഷേജ് മൊത്തം നിറഞ്ഞു. ഈ കഥ കൊണ്ട് വെള്ളം മൊത്തം അകത്ത് കയറിയിട്ടില്ല, മൊത്തം സമുദ്രം പോലെ കിടക്കുക. और 1 बजते ही रात के उनके चर्च जो निचले मंजिले में थे वे पूरे पानी से डूब गए और ऊपरी मंजिले में दरवाजे सही होने के कारण दरवाजे से अंदर पानी नहीं आया, परंतु पूर्ण आसपास में पानी डूबा हुआ था। പെട്ടെന്ന് വാതിൽ കൊട്ടുകേട്ടു. तुरंत जो है उनके घर के बाहर जो है एक खटखटाने की आवाज सुनाई दी। ചർച്ചിലെ ഒരു ബദർ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുക, പക്ഷെ പെട്ടെന്ന് ഇറങ്ങിക്കോ അല്ലെങ്കിൽ പ്രശ്നമാണ്. और कलीसिया से एक भाई उनके पास आकर उनसे कहने लगा, वो गले तक का पानी में खड़ा हुआ था और वो कहने लगा कि प्रभु के दास आप जल्दी से जल्दी यहाँ से निकल जाना, नहीं तो समस्या है। ബൈബിള്, പേഴ്സ്, സകല സാധനങ്ങളും മുങ്ങി. ഞാന് അത് കൈപിടിച്ച എന്റെ വൈഫിന് പൊക്കമില്ലല്ലോ, പുള്ളിക്കാരത്തേക്ക് ഈ വെള്ളം മുങ്ങി കിടക്കുക. ഞങ്ങള് അവിടുന്ന് 3 പേരെ കൈപിടിച്ച് ഒരു പ്രകാരത്തിൽ പിടിച്ച് നീന്തി മെയിൻ റോഡിൽ കിടന്നപ്പോൾ ഞങ്ങളുടെ പകുതി വെള്ളമായി, മൊത്തം സാധനം പോയി. और हमारे सारी वस्तुएं, हमारे सारे जो पुस्तकें थी, सब कुछ जो कीमती था, सब कुछ वो पानी में डूब गया। और मैं और मेरे पत्नी जो है, हम सब लोग हाथ पकड़कर किसी भी प्रकार से हम लोग बाहर आ गए। मुख्य सड़क तक हम कैसे तो पहुंच गए। ഇടയ്ക്കിടയ്ക്ക് ലോകത്തിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, എല്ലാം പോയല്ലോ എന്ന്. ബ്രദർ പറഞ്ഞു, പാഷേ നോക്കണ്ട, മുന്നോട്ട് നോക്കിയോ, പോരാൻ പറഞ്ഞു.
और बीच बीच में हम लूत के समान जो है लूत की पत्नी के समान जो है मुड़कर देखने लगा। और प्रभु के दास को लोगों ने कहने लगा कि मुड़कर देखने नहीं है, जल्दी जल्दी यहाँ से बाहर निकलना है। ഞങ്ങൾ ആ ഡ്രസ്സുമായിട്ട് ആ ബെറിന്റെ വീട്ടിൽ 2 ദിവസം ഉണ്ടായിരുന്നു. और हम जो हैं वही कपड़े पहने हुए प्रभु के उस भाई के घर में हम 2 दिन तक ठहरे रहे। 2 ദിവസം കഴിഞ്ഞ് ഞാൻ ചർച്ചിൽ വന്നു. 2 दिन पश्चात जो है मैं कलीसिया में लौट कर आया। മൊത്തം സാധനം പോയി. जो भी सामान था वो सब कुछ नष्ट हो गया। ഞാൻ ചർച്ചിൽ വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുക വേദനയോടെ. मैं जो हूँ कलीसिया के अंदर वो हॉल के अंदर आकर बड़े दुख के साथ वहां पर बैठा हुआ था। എന്റെ ഈ ഡോളോ ഷിപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു 10,000-15,000 ബുക്സ് ഉണ്ടായിരുന്നു, അത് മൊത്തം പോയി. और जो डूलोस नाम का जो जहाज है उसमें से मिलने वाले लगभग 10,000 रुपए की कई पुस्तकें थी, वो सब कुछ उस पानी में नष्ट हो गए। ഞാനിങ്ങനെ ഒന്നുമില്ലാത്തവനെ പോലെ ചർച്ചയിരുന്ന് ഒറ്റയ്ക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. मैं ऐसा खाली हाथ जैसे एक व्यक्ति के पास कुछ नहीं होता है वैसे हालत में मैं बैठकर मैं परमेश्वर की ओर ताकने लगा। നിങ്ങള് വിശ്വസിക്കത്തില്ല, ഒരു ശബ്ദം ഞാൻ കേട്ടു. आप शायद विश्वास नहीं करेंगे लेकिन मैंने एक वाणी या शब्द को सुना, ഞാൻ നിന്നോട് കൂടെയുണ്ട്. मैं तेरा संग रहूंगा। ഞാൻ ചർച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധിക്കാൻ തുടങ്ങി ശക്തിയോടെ. मैं उस कलीसिया के अंदर जो है उस हॉल के अंदर यहाँ वहां चलते हुए प्रभु की आराधना बड़े सामर्थ्य के साथ करना शुरू किया। ദുഃഖം സന്തോഷമായിട്ട് മാറി. और एक दुख जो है प्रभु ने आनंद में बदल दिया। ഒരാഴ്ചക്കകം എന്തെല്ലാം നഷ്ടം, ഇരട്ടി സാധനങ്ങൾ പാഷേജ് മൊത്തം അങ്ങ് നിറഞ്ഞു. ഇവിടുന്നൊക്കെ വന്നറിയത്തില്ല. ഇതാ ദൈവത്തിന്റെ കരുതൽ എന്ന് പറഞ്ഞു. एक हफ्ते में ही जो जो बातों को हमने अपने जीवन में नष्ट हो गए खो दिए थे वो सब कुछ आमीन दूसरे चीजों से भरा दिए गए। कहाँ से आए हमें नहीं पता, लेकिन परमेश्वर कैसा हमारे लिए प्रबंध करता है। ഞാനും ചർച്ചിലെ വിശ്വാസം കൂടെ ആ ചുറ്റുപാടുള്ളവർക്കെല്ലാം അരിയും തുണിയെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. और प्रभु के दास और उनकी कलीसिया के कुछ विश्वासियों ने मिलकर आसपास के लोगों के लिए कुछ चावल और उनकी संबंधित चीजों को खरीद कर हमने दिए। ഇപ്പൊ എന്റെ വയൽ പാട്ട് വന്നിങ്ങനെ, 600,000 ആയോരു കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. കരുതൊരു കർത്താവ് നമുക്കുണ്ട്, പിന്നെ നമുക്ക് എന്താ വേണം? और हमारे लिए प्रबंध करने वाला एक परमेश्वर स्वर्ग में है, तो हमें क्यों उस बातों के प्रति चिंताओं को करना है। കർത്താവിന്റെ കരുതൽ നമിക്കത്തിന് ആരും ഈ ഗ്രൂപ്പിൽ കാണത്തില്ല. परमेश्वर की उस अनुग्रह को, प्रभु के उस प्रबंध के कार्यों को अनुभव ना किया हुआ कोई भी यहाँ पर बैठे नहीं होंगे। ആറ് കൊച്ചിനെ കൊണ്ട് പോയി റൂമിൽ ചെന്ന് കൊച്ചിനെ കൂടെ അവിടെ ഇട്ടിട്ട് ഒറ്റ നിലവിളിയാ. आगार जो है अपने बच्चे को लेकर उस मरुस्थल में जाकर लंबे दूरी में बच्चे को बैठाकर जो है वो ऊंची आवाज करते हुए वो रो रही थी। കയ്യിലുള്ള വെള്ളം തീർന്നു, പ്രോട്ടീൻ തീർന്നു, ഇനി ഒന്നുമില്ല, മോലോട്ട് നോക്കുക. उसके हाथ में जो पानी रहा वो खत्म हो गया, जो भोजन था वो भी खत्म हो गया, अभी उसके हाथ में कुछ नहीं रहा, वो केवल प्रभु की ओर देख रही थी। കൊച്ചു ചാത്തു പോകുന്ന അവിടെ ചിന്ത, കൊച്ചു തീർന്നു, ഞാനും തീർന്നു, തീർന്നു, എല്ലാം തീർന്നു. वो इस प्रकार से सोच रही थी कि उसकी बच्चा जो है वो मर जाएगा, वो आखिरी में वे भी मर जाएगी। പെട്ടെന്ന് നോക്കി അവർ ഉറവ കട, ഓരോ ഉറവ. परंतु तुरंत उसकी आंखें परमेश्वर ने खोल लिया और उसने एक सोते को देखा। ഉറവുകൊണ്ട് മാത്രമായോ? तो या सोचना है कि क्या वो सोते से ही उसका भूख मिटा सकता है। അടുത്ത ശബ്ദം, നീ ഭാരപ്പെടേണ്ട, ഞാൻ കൊച്ചിനെ വലിയ ജാതിയാക്കും, ഞാൻ കരുതിക്കോളും. അവൾ ഉറച്ചു. മൊത്തം കരുന്നൊരു കർത്താവ്. അതുകൊണ്ടാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്വത്രത്തോടെ അറിയിക്കുന്നത് അത്രേ വേണ്ടത്.
Amen. और Praise the तुरंत उसने एक आवाज को परमेश्वर की ओर से सुना कि तू किसी भी विषय में डरना नहीं है, मैं तेरे लिए प्रबंध करने वाला परमेश्वर हूँ। तुम्हारा हर एक विषय को जो है प्रार्थना और विनती के साथ परमेश्वर की उपस्थिति में दे दिया जाए। നമ്മൾ ഒന്നിനെ കുറിച്ചും ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് കേട്ടോ. हम यदि किसी और बातों में भी विचार ना करते हुए, चिंता ना करते हुए रहेंगे, तो ये परमेश्वर का हमारे प्रति अपनी योजना और इच्छा है। മരുഭൂമിയിൽ ഇത്രയും കൂട്ടം ജനത്തിന് ഇറച്ചി കൊടുത്തവൻ, മന്ന കൊടുത്തവൻ, പാറയിന്ന് വെള്ളം കൊടുത്തവൻ, അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിക്കാത്തിടത്ത് നമുക്കുണ്ട് കരുന്ന ഒരു കപ്പൻ സ്വർഗത്തിലുണ്ട്. मरुभूमि में यदि हमें इजरायली लोगों के लिए परमेश्वर ने बड़े अद्भुत रीति से प्रबंध किया, चट्टान में से पानी उनको दिलाया और उनको भोजन प्रदान किया, तो हमें और आपके लिए भी परमेश्वर प्रबंध कर सकता है। हम ना सोचने वाले ऐसे स्थानों में भी परमेश्वर हमारे लिए काम कर सकता है। സ്വർഗീയ ഗോഡൌണിൽ ഇന്ന് സ്റ്റോക്ക് അവന്റെ മക്കൾക്ക് വേണ്ടി. और हमें स्वर्ग का गोदाम में जो है अपने बच्चों के लिए वो परमेश्वर ने पहले ही प्रबंध करके रखे हुए हैं। മരുഭൂമിയിൽ എവിടുന്ന് ഇറച്ചി കിട്ടുന്നത്? സ്റ്റോക്ക് ഉണ്ട് സ്വർഗീയ ഗോഡൌണിൽ. ഇന്ന് പകൽക്കാലം എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ ഗോഡൌൺ സ്വന്തമാക്കാൻ നമ്മുടെ സ്വന്തമാ, നമ്മുടെ അപ്പന്റെയാ. और उस परमेश्वर का उस गोदाम में पहले से ही हमारे लिए परमेश्वर ने जो है प्रबंध करके रखा है। और उस स्वर्गीय गोदाम में मेरे लिए और आपके लिए जो परमेश्वर ने रखा है तैयार को उन्हीं चीजों को प्राप्त करने के लिए हमें अपने जीवन को समर्पित करना है। ഇതൊന്നും അറിയാൻ നമ്മൾ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തുടുക്കും, എന്ത് തിന്നും, എങ്ങനെ ആയിത്തീരും. നിങ്ങൾ ചിന്തിച്ചേ, ഇതുവരെ നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ചതും അവർ വിവാഹം കഴിച്ചതെല്ലാം നമ്മളെ നമ്മളെ നമ്മുടെ കഴിവുകൊണ്ടാണോ? ഇതെല്ലാം സ്വർഗം കരുതിയതാണ്. और ये सब रख के हम आज भी चिंता में बैठे रहते हैं कि हम कैसे करेंगे, कैसे आगे बढ़ेंगे, बच्चों की विवाह के विषय में हम कैसे उनको उनका विवाह कराएंगे। मैं आपको एक बात पूछना चाहता हूँ कि आप अपने बच्चों को यहाँ तक ले आया, ये हमारी काबिलियत से है या परमेश्वर का सामर्थ का काम है? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലും അവന്റെ മേലിട്ടോളൂ. और प्रभु का वचन कहता है कि वो तुम्हारे प्रति ध्यान करने वाला परमेश्वर है, इसलिए तुम्हारी हर एक चिंताओं को प्रभु की ओर आप दे दे। നമ്മൾ തയ്യാറല്ല കർത്താവിന്റെ മേലിടാൻ, നമ്മൾ കൊണ്ട് നടക്കുമല്ലയോ. परंतु कई बार हम उसी के लिए तैयार नहीं होते हैं, हम अपनी चिंताएं स्वयं लेकर घूमने की कोशिश करते हैं। നിന്റെ ഭാരം യഹോവയിൽ പരമേൽപ്പിക്കുക. आप अपना जो बोझ है वो परमेश्वर के ऊपर दे दें അവനെ തന്നെ ആശ്രയിക്കുക. और वही परमेश्वर के ऊपर आप भरोसा करें। ഞാൻ ചിന്തിക്കുന്നത് ഒരു പ്രാണൻ മാത്രമായി ഇയ്യോബ് അവസാന അധ്യായങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് അവനുമായിട്ട് സംസാരിച്ച് ദൈവശാപം കേട്ട് 72 ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവസാനം ഇയ്യോബ് ദൈവത്തോട് തന്നെ സമ്മതിച്ച്, ഞാൻ എന്താ ഉള്ളത്, നിനക്ക് സകലവും കഴിയും എന്നൊരുമിച്ച് പറ. നിനക്ക് സകലവും കഴിയും. എന്റെ കാര്യങ്ങൾ നോക്കാൻ, എന്നെ വിടുവിപ്പാൻ, എന്റെ വിഷയം ഇടപെടാൻ കർത്താവിന് കഴിയും. ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. आप ആമേൻ. के जीवन के बारे में थोड़ा सोच कर देखिए कि अय्यूब के जीवन में क्या कुछ होकर गुजरा है, परंतु परमेश्वर ने और अय्यूब किस प्रकार से अय्यूब से सवाल करता है और अय्यूब आखिरी में इस प्रकार से कहता है कि परमेश्वर आपसे सब कुछ संभव हो सकता है। तो उसी प्रकार से आज हम भी परमेश्वर से कहने पाए कि प्रभु आपके लिए कुछ भी असंभव नहीं है, आप मेरे लिए सब कुछ पूरा करने वाला परमेश्वर है। इसीलिए मैं अपने जीवन को आपके हाथों में सौंपता हूँ। ചില ചോദിക്കും ദൈവത്തെ ചുമ്മാ ഇരുന്നാ മതിയോ? അത്രയും ബന്ധമേ ദൈവമായിട്ടുള്ളൂ. ബന്ധമനുസരിച്ച ദൈവത്തെ അനുഭവിച്ചറിയുന്നവൻ, ദൈവത്തെ രുചിച്ചവൻ, കരുതൽ അനുഭവിച്ചവർക്ക് ഒരു കാര്യം അറിയാം, അവൻ മരുഭൂമിയിൽ ഉറവ് തുറക്കാൻ ശക്തനാണ്, മരുഭൂമി और സമുദ്ര വഴി തുറക്കാൻ ശക്തനാണ്. കരുതൽ അനുഭവിച്ച ദൈവമക്കൾക്കായി സ്തോത്രം. और कई लोग जो है इस प्रकार से सवाल पूछते हैं कि हमें कुछ करना तो नहीं है ना,
हमें केवल प्रभु की उपस्थिति में बैठे रहना है, लेकिन प्रभु का वचन कहता है हमें ऐसे बैठे रहने से काम नहीं बनता है। हमें उसी के साथ एक निकट संबंध होना जरूरी है। और जैसे प्रभु का वचन कहता है, जो उसके करीब रहता है उनके सारे कार्यों को पूरा करता है, जैसे प्रभु का वचन में हमने देखा है। ഈ കാട്ടിലെ സകല മൃഗങ്ങളും ആഹാരം ദൈവത്തോടെ 104 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത്. और जो है जंगल के हरेक प्राणी को भोजन प्रदान करने वाला परमेश्वर के विषय में भजन संहिता में हमें बात को पढ़ते हैं। അവിടെ വായിക്കുന്നത് തൃക്കൈ തുറക്കുമ്പോൾ അവർക്ക് തൃപ്തി വരുന്നു, മൃഗങ്ങൾ തങ്ങളുടെ ആഹാരം ദൈവത്തോട് ചോദിക്കുന്നു. കണ്ടോ? അങ്ങനെയെങ്കിൽ ആത്മാവില്ലാത്ത, വാഗ്ദത്തങ്ങളില്ലാത്ത, ബന്ധമില്ലാത്ത ഈ മൃഗജാലങ്ങളെയും സമുദ്ര മത്സ്യങ്ങളെയും പോറ്റുന്ന സ്വർഗത്തിലെ ദൈവം തന്റെ രക്ത വീണ്ടെടുക്കപ്പെട്ട വാഗ്ദത്ത ദൈവമക്കളെ നമുക്കുവേണ്ടി എത്ര കരുതും എന്ന് ചിന്തിച്ച് നമ്മുടെ ചിന്താകുലം കർത്താവിലിട്ടോണം. और प्राणियों के प्रति आप सोचेंगे तो उनको ना तो कोई प्राण ना तो कोई आत्मा है, परंतु उनके लिए परमेश्वर कैसे कैसे विषय में प्रबंध करके देता है। तो उससे भी बढ़कर अपने लहू देकर मोल लिए हुए और हमारे लिए अपने जान को देने वाला वो परमेश्वर हमारे प्रति कितना सोच वो करता है, हमारे प्रति वो कितना ध्यान करता है। ऐसा यदि है तो आज से परमेश्वर का स्तुति करने के लिए हमें शुरू करना है। ഒരിക്കലും ബേവിച്ചമ്പർ ഇങ്ങനെ പറഞ്ഞു പാട്ടിലെഴുതുന്ന സമയത്ത്, നീലത്തിമിംഗത്തിൽ ലക്ഷക്കണക്കിന് ടൺ മീനാണ് ഒരു ദിവസം. ഇതെവിടുന്നാ? ആരെ പുള്ളി ഒരു സമ്പാദിച്ചതാണ്? അല്ല, സ്വർഗത്തെ എല്ലാം പോറ്റുക. അങ്ങനെയെങ്കിൽ എത്ര അതിശയകരമായി നമുക്ക് കരുതാൻ കർത്താവ് ശക്തനല്ലേ? एक बार बेबीचंद ब्रदर गीत गाने के समय में इस प्रकार से कहा था कि कोई तो एक स्थान है जहां पर मछलियां पकड़ी जाती हैं, वहां पर जो है हजारों टन जो मछलियां हैं वो एक दिन उसको पकड़े जाते हैं, इकट्ठे किए जाते हैं। तो ऐसा है तो आप थोड़ा सोचिए कि वो परमेश्वर कैसा आमीन काम करता है और कैसे लोगों के लिए प्रबंध कराता है। ഏറിയ കുരുവിനെക്കാട്ടിൽ നിങ്ങൾ വിശേഷമുള്ളവരല്ലാന്ന്. കുരുകിലിനെക്കാട്ടിൽ എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞത്, ഒരു കാശിന് 2 കുരുകിൽ, 2 കാശിന് ഒരെണ്ണം ഫ്രീ, 5 എണ്ണം. അങ്ങനെയെങ്കിൽ ആ നിസ്സാര കുരുവിയെ പോലും കരുതുന്ന, ദൈവം എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന, അതിനെ കരുതുന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് എത്ര അതിശയകരമായി നമുക്ക് വേണ്ടി കരുതലുള്ളവനാ അല്ലേ? और यीशु मसीह जो है अपने वचनों में इस प्रकार से कहता है कि यदि चिड़ियों को परमेश्वर इतना ध्यान रखता है और उनके लिए परमेश्वर सोचता है, आमीन, तो हमारे प्रति परमेश्वर कितना ज्यादा सोच और समझ को रखते होंगे। ഈ നമ്മുടെ ഈ മക്കൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ അപ്പനമ്മമാർ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അല്ലേ? और मान लीजिए यदि बच्चों को कोई भी प्रकार की समस्याएं आ जाती हैं तो माता पिता सबसे ज्यादा चिंतित और जो है परेशान हो जाते हैं। അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിരിക്കും. और तुरंत वे जो हैं उनके लिए कुछ ना कुछ करने के लिए तैयार रहते हैं। മാതാപിതാക്കളാണ് ചെയ്തിരിക്കും. और माता पिता है तो उनके लिए वे कुछ ना कुछ करते रहेंगे। നമ്മുടെ വിഷയം കർത്താവിനോട് അറിയിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കർത്താവ് പ്രതിക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യും. और यदि हम भी हमारे विषयों को हम परमेश्वर को बताते हैं तो तुरंत तो परमेश्वर हमारे लिए काम करता है। അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണം, ഒന്നിനെ കുറിച്ച്. और इसलिए ध्यान रखना है कि हमें किसी भी विषय के प्रति हमें चिंता को नहीं करना है। നമ്മൾ ചിന്തിച്ച് കുഴയല്ലാതെ. പക്ഷെ ഒരു കാര്യം, കർത്താവിന്റെ ശബ്ദം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണം. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്വത്വത്തോടെ അറിയിച്ചാൽ മതി, ബാക്കി തമ്പുരാൻ ചെയ്തോളൂ. और प्रभु का वचन कहता है कि किसी की विषय के प्रति तुम्हें चिंता नहीं करना है, किसी भी बात के प्रति तुम्हें आमीन चिंतित नहीं होना है। हर एक बात को प्रार्थना और विनती के द्वारा परमेश्वर के सामने प्रकट किए जाएं। ഈ ഒരു ദിവസം ഈ ഏതാണ്ട് 10,60,000 ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ചിന്തകൾ.
और इस प्रकार से वैज्ञानिक कहते हैं कि एक दिन के समय में लगभग 50 से 60 हजार जो विचार जो हैं हमारे मन में से होकर गुजरते हैं। നമ്മൾ ചിന്തിക്കുന്ന നാക്കുകൊണ്ട് പറയും. हम जो सोचते हैं हम अपने जुबान से वो बोलते हैं। ദൈവം ഒരു വാക്ക് പറഞ്ഞ ഉവ്വ ഉവ്വെന്ന. और मान लीजिए परमेश्वर का वचन ये बात को बताता है कि प्रभु ने यदि कुछ बात को कहा है तो वो हाँ हाँ पे ही रहता है। നമ്മുടെ ഈ വെള്ളം ഇങ്ങനെ പരന്നു കഴിയുമ്പോൾ വെള്ളത്തിന് എന്തെങ്കിലും പവർ ഉണ്ടോ? आप पानी को देखें जब वो समतल जमीन में से जब वो बहकर जाता है तो क्या हम ऐसे सोचते हैं क्या इसमें कोई शक्ति है क्या? ആ വെള്ളം തടഞ്ഞു നിർത്തി ഒരു കുഴലിൽ കൂടെ വിട്ട് ഒരു ടർബൈൻ കറക്കിയാൽ അത് വലിയ ശക്തിയായിട്ട് അങ്ങ് മാറുക. लेकिन यदि आप उस पानी को रोक कर रखते हैं और उसी को एक बांध के रूप में बनाकर आप उसको जब बहाते हैं और उसके आगे एक टरबाइन को लगाते हैं जिससे बिजली उत्पादन कर पाती हैं, तो सोच लीजिए कि वहां पर कितना ताकत और कितना सामर्थ्य को या कितना जो बिजली है उसको वो उत्पादित करा सकता है। നമ്മളെ ചിന്തകളെല്ലാം കൂടെ ഒരുമിച്ച് കുഴലിനകത്തിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തോട് ബന്ധപ്പെടാൻ തുടങ്ങിയാൽ ഒരു വലിയ ശക്തി കേന്ദ്രമായി ഇതങ്ങ് മാറുക. हमारी भी विचारों को हम एक एक साथ लेकर आकर एक आमीन एक 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 धारण धरण के समान हम इकट्ठा करके रखेंगे तो समझना है कि वो एक साथ होकर कितना बड़ा एक सामर्थ्य के रूप में वो बदल सकता है। ഒരു കൂട്ടം ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു, ദൈവമക്കൾ ദൈവത്തിന്റെ കാര്യം ചിന്തിക്കുന്നു. और एक समाज में समय में लोग जो हैं वो सांसारिक बातों के प्रति सोच में पड़े रहते हैं और एक जो है परमेश्वर के प्रति या स्वर्गीय बातों के प्रति सोच करते हैं। എല്ലാരും എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. हर कोई कुछ ना कुछ सोचता रहता है। ഒന്നിനെ കുറിച്ചും ഭാരപ്പെടണ്ട. वचन लेकिन कहता है कि किसी भी बात के प्रति चिंता ना करो। പ്രാർത്ഥനയാലും അപേക്ഷയാലും ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്വത്വത്വം അറിയിച്ചാൽ മതി. ബാക്കി സമാധാനത്താ ദൈവം നമ്മൾ നിറയ്ക്കും. प्रार्थना और विनती के द्वारा तुम्हारी आवश्यकताओं को परमेश्वर पर समर्पित कर लो, सौंप दो। वो आपको बड़ी शांति पूर्वक रीति से आपको वो आगे बढ़ाएगा। സകല ബുദ്ധിയും ദൈവസമാധാനം. കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരപ്പെടും ദൈവത്തിന്റെ മക്കളെ. അവരുടെ വിവാഹത്തെ കുറിച്ചോ പഠനത്തെ കുറിച്ചോ അവരുടെ ഭാവിയെ കുറിച്ചോ നമ്മൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ എത്രത്തോളം നടത്തിയ എത്രത്തോളം ദൈവത്തിന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുക. അവൻ തന്നെ ആർവഹിക്കുക, അവൻ നിർവഹിക്കാൻ ശക്തനാണ്. और आप ये बात को समझ लेना है कि आप कोई भी विषय के प्रति चिंता ना करें। यदि आप अपने बच्चों के विषय में, उनके विवाह संबंधित और उनके पढ़ाई, उनके भविष्य के विषय में आप चिंता करते हैं तो प्रभु का वचन याद दिलाता है कि किसी भी बात के प्रति चिंता नहीं करना है, परंतु सब कुछ अपने निवेदन और प्रार्थनाओं को आमीन धन्यवाद के साथ परमेश्वर की उपस्थिति में वो सौंपी जाए। ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. और वचन कहता है कि किसी भी बात के प्रति चिंता ना करो, വിചാരപ്പെടാൻ സ്വർഗത്ത് ദൈവം. क्योंकि हमारे लिए चिंता करने वाला, हमारा ध्यान करने वाला एक स्वर्ग में परमेश्वर है। ഒരിക്കൽ ദാവീദ് പറയാ, എന്നെ പറ്റിയുള്ള നിന്റെ വിചാരങ്ങൾ എത്ര ഘനമായവ. और इसलिए दाऊद एक बार इस प्रकार से कहता है कि मेरे प्रति प्रभु आपका सोच जो है वो कितना भयंकर है। ശൂന്യതയിൽ നിന്നും ഒന്നുമില്ല രാജാവാക്കി ഉയർത്തിയ ദൈവത്തിന്റെ സ്നേഹം തന്നെ ശൗലിന്റെ കയ്യിൽ നിന്നും മറ്റുള്ള കയ്യിൽ നിന്നും ഗോലിയാത്തിനും വിടുവിച്ചു കൊണ്ടുവരുന്ന കർത്താവിനെ ഓർക്കുമ്പോൾ ദാവീദ് പറയുക, എന്നെ പറ്റി വിചാരിച്ച ഒരു ദൈവമില്ലായിരുന്നു, ഞാൻ എന്തോ ചെയ്തത്. और शून्यता से ले आकर किस प्रकार से परमेश्वर ने दाऊद के जीवन में परमेश्वर का बड़े कार्यों को दिखाकर प्रभु ने अपना कार्य किया। तो दाऊद इस प्रकार से कहता है कि यदि ये परमेश्वर मेरे लिए उतर नहीं आता, यदि मेरे लिए प्रभु काम नहीं करता तो मैं आज कहाँ पर होता। അതാ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവേ. इसलिए प्रभु का वचन कहता है कि वो तुम्हारे प्रति विचार करता है, इसलिए तुम्हारे सारे विचारों को वो परमेश्वर के ऊपर डाल दो। അവൻ നിങ്ങളെ പുലർത്താൻ ശക്തി.
और वो आपको चलाने के लिए वो सामर्थी हैं। നമ്മളെ ദൈവത്തിൽ ആശ്രയിക്കാം. और आइए हम वो प्रभु में भरोसा करेंगे। ഇന്നത്തെ ഓരോ സെക്കൻഡുകളും ഇത് ഓർത്തോണം, നിങ്ങൾക്കായി കരുതുന്ന ഒരു കർത്താവ്. आज एक एक क्षण में आप ये बात को याद रखना है कि आपके लिए विचार करने वाला एक परमेश्वर स्वर्ग में है। ഏതെങ്കിലും ചിന്തകൾ നിങ്ങൾ അലട്ടുന്നെങ്കിൽ ചിന്തകൾ കർത്താവിന്റെ മേലിട്ട് കർത്താവിന്റെ ചിന്തയ്ക്ക് ഇനി സ്വർഗത്തിൽ നിൽക്കാൻ തവള, എന്റെ അപ്പനുണ്ട്, എന്റെ വീടുണ്ട്, എനിക്കൊരു പിന്നെ അഭിഷേകമുണ്ട്, വാത് ഇതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ബലപ്പെട്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. और आप को कोई और विषय सता रहा है तो आप प्रभु का वायदों के प्रति आप विचार करना है, आप उसी के बारे में सोचना है। स्वर्ग का परमेश्वर ने आपके लिए क्या क्या तैयारी कर रखा है, उन सारी बातों के बारे में आपको विचार करना है। ഒന്നിനെ കുറിച്ചും किसी भी बात के प्रति ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. there is a God who can carry. कोई भी बात के प्रति आप विचार ना करें, क्योंकि आपके लिए एक परमेश्वर है जो सब आपके ऊपर ध्यान करता है। നിങ്ങളൊക്കെ ചിന്തിക്കുന്ന വിചാരപ്പെടുന്ന ദൈവം സ്വർഗത്തിനുണ്ട്. आपके प्रति, आपके बच्चों के प्रति विचार करने वाला, सोचने वाला एक परमेश्वर स्वर्ग में है। ഈ വാഗ്ദത്തം നമുക്ക് മുറുകെ പിടിക്കാം. और इन वायदाओं को हम अपने जीवन में थाम कर रखें। ഈ വചനത്താൽ കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹമാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു പാസ്റ്റർ സജൻ. ഗോഡ് ബ്ലെസ് യു. वचनों के द्वारा प्रभु आप सभी को अनुग्रह और आशीष देने पाए। धन्यवाद।